നടപടി ഒരു കർശനമായ നടപടിയായിരിക്കും. പിന്നെ മാത്രമല്ല, ഈ തിരൂർ RTO ഓഫീസിൽ വലിയൊരു ടാക്സിൻ്റെ തട്ടിപ്പ് നടന്നിട്ടുണ്ട്. പക്ഷേ മാധ്യമങ്ങൾ എന്തുകൊണ്ട് 5 പേരെ സസ്പെൻഡ് ചെയ്തു? മാധ്യമങ്ങൾ എന്തുകൊണ്ടും ആ വാർത്ത കൊടുക്കുന്നില്ല? കാരണം ടാക്സ് അടച്ചു എന്ന് വരുത്തി തീർത്ത് കള്ള രസീത് ഉണ്ടാക്കി ടാക്സ് വെട്ടിച്ച ഒരു വലിയ സംഭവമാണ്. അതിൽ പരിശോധിച്ചുകൊണ്ടാണ് 5 ലക്ഷം രൂപയ്ക്ക് മേളിൽ ടാക്സ് വെട്ടിക്കാൻ കൂട്ടുന്നുണ്ടെങ്കിൽ പിരിച്ചുവിടും, സർവീസിന് പിരിച്ചുവിടും. തിരൂർ ഓഫീസിലെ മുഴുവൻ മിനിസ്റ്റീരിയൽ സ്റ്റാഫ് അടക്കം സർവരെയും അടുത്ത ജില്ലയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇനി ഇത് ആവർത്തിക്കാൻ പാടില്ല. തിരൂർ മാത്രമല്ല, മലപ്പുറം ഈ ഓഫീസുകളിലെല്ലാം കേന്ദ്രീകരിച്ച് ഒരു വലിയ തട്ടിപ്പ് നടന്നതായി ഞങ്ങൾ സംശയിക്കുന്നുണ്ട്. അതിൻ്റെ സമഗ്രമായ അന്വേഷണം നടക്കുകയാണ്. മുഴുവൻ പിടിക്കാൻ പറ്റും, കമ്പ്യൂട്ടർ ആയതുകൊണ്ട് നമുക്ക് പിടിക്കാൻ പറ്റും. പിടിക്കും, ആരെയൊക്കെയാണോ പിടിക്കുന്നത് അവർ കാരണം 5 ലക്ഷം രൂപയിൽ കൂടുതൽ നഷ്ടം സംഭവിച്ചുകൊണ്ടെങ്കിൽ അവർ സർവീസിലുണ്ടാവില്ല. അതാണ് സർവീസിലെ നിയമം. 5 ലക്ഷം രൂപയിൽ കൂടുതൽ അവർ അപഹരിച്ചു എന്ന് കണ്ടാൽ പിരിച്ചുവിടും. അതാണ്, സർവീസിലുണ്ടാവില്ല. അല്ല, അതൊരു പരിധി കഴിഞ്ഞ് അടുത്ത ആക്ഷനിൽ കിടക്കും, താമസിക്കുന്നതുകൊണ്ടാണ്. അതായത് 15-30 ദിവസം കഴിഞ്ഞ് പിന്നെ 6 മാസം കഴിഞ്ഞ് അങ്ങനെ ദീർഘമായ സസ്പെൻഷനേക്കാൾ നല്ലത് അവരെ പണിഷ് ചെയ്ത് എവിടെയെങ്കിലും ഇരുത്തും. അങ്ങനെ കാശ് കൊടുത്തിട്ട് വീട്ടിൽ വെറുതെ ഇരുന്നുണ്ടാകാനും നോക്കത്തില്ല. പക്ഷേ വലിയ ക്രമക്കേടുകാരെ തിരിച്ച് കയറ്റുമ്പോൾ അവർ വീണ്ടും കുഴപ്പമുണ്ടാക്കണം. അപ്പോൾ അതിലൊക്കെ അതിലും കാലതാമസമുണ്ട്. ഇപ്പോൾ ഒരാൾ സസ്പെൻഡ് ചെയ്യുന്നു, ചിലപ്പോൾ അയാളുടെ ഭാഗത്തൊരു നീതി ഉണ്ടെങ്കിലും അത് പരിശോധിക്കുന്നതിലും വേഗതയുണ്ടാകും. രണ്ടുമുണ്ട്. കാരണം അവർ ജനങ്ങളോട് നീതി പുലർത്തണം, നമ്മൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് അവരോട് നീതി പുലർത്തണം, തീർച്ചയായിട്ടും പുലർത്തണം.